കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കാണാത്ത വലിയൊരു ഗൂഢാലോചനയുടെ ചുരുളഴിയുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ നിന്ന് സ്വന്തം പാർട്ടിയെയും ഭരണകൂടത്തെയും രക്ഷിച്ചെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെനഞ്ഞത് വമ്പൻ തിരക്കഥയായിരുന്നു. കേന്ദ്ര ഏജൻസികളെയും ചില മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് ആ സ്വർണ്ണക്കടത്തിന്റെ പാപഭാരം സോണിയാഗാന്ധിയുടെ തലയിൽ വെച്ചുകെട്ടാനുള്ള ആ കാഞ്ഞ ബുദ്ധിക്ക് ഇപ്പോൾ വലിയൊരു പ്രഹരമേറ്റിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രം ആയുധമാക്കിയാണ് പിണറായി വിജയൻ രംഗത്തിറങ്ങിയത്. സോണിയയുടെ ഇറ്റലിയിലെ ബന്ധുക്കൾക്ക് അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്തുണ്ടെന്നും അതിലേക്കാണ് ശബരിമലയിലെ സ്വർണം പോയതെന്നുമുള്ള വാർത്തകൾ വൻതോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു. സ്വന്തം ഓഫീസിലെയും പാർട്ടിയിലെയും ഉന്നതർ പ്രതിക്കൂട്ടിലാകുമ്പോൾ ദേശീയ തലത്തിൽ ഒരു വിവാദമുണ്ടാക്കി തടിയുരാനുള്ള പിണറായിയുടെ ഈ നീക്കം അന്തർധാരകളുടെ ഫലമായിരുന്നു, അഥവാ BJPയുമായുള്ള അന്തർധാര. എന്നാൽ ഈ ഗൂഢാലോചനയുടെ അടിവേരിളക്കിയത് അടൂർ പ്രകാശിന്റെ ഇന്നലത്തെ വെളിപ്പെടുത്തലാണ്. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു നൽകിയത് താനല്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. അവിടെയാണ് പിണറായിയുടെ വിശ്വസ്തനായ ജോൺ ബ്രിട്ടാസിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത്. ഡൽഹിയിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് പാലമായി പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവും MP-യുമായ ജോൺ ബ്രിട്ടാസ് ആണെന്നുള്ള വെളിപ്പെടുത്തൽ CPM-നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അടൂർ പ്രകാശ് നെഞ്ചുവിരിച്ചു നിൽക്കുമ്പോൾ മറുപടിയില്ലാതെ പതർന്നത് CPM കേന്ദ്രങ്ങളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള ബന്ധം SIT ഗൗരവമായി അന്വേഷിച്ചാൽ പിണറായിയുടെ കാഞ്ഞ ബുദ്ധിക്ക് പിന്നിലെ യഥാർത്ഥ ഗൂഢാലോചന പുറത്തുവരും. സോണിയാഗാന്ധിയെ വേട്ടയാടാൻ ഇറങ്ങിയവർ ഇപ്പോൾ സ്വന്തം കുഴിയിൽ വീണിരിക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. അത് എനിക്ക് പറയാൻ പറ്റില്ല. ഞാന് എന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ കള്ളനാണെന്നോ കാട്ടുകള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ അറിഞ്ഞുകൊണ്ടല്ല അയാൾ എന്നെ കാണുന്നതും പരിചയപ്പെട്ടതിന് ശേഷം അയാൾ ഇവിടെ ശബരിമലയിൽ അന്നദാനം നടത്തുന്നുണ്ട്, അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ എത്തണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അവിടെ പോയി ഉദ്ഘാടനം നടത്തി ഞാൻ മടങ്ങിപ്പോന്നു. അതിനുശേഷമാണ് അവിടെ നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ അവരോടൊപ്പം ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാൻ ഇല്ല അത് നിങ്ങൾ അന്വേഷിക്കണം. അല്ലല്ല, ഞാൻ ഒരു കാരണവശാലും അടൂർ പ്രകാശ് മുഖാന്തരം അങ്ങനെ ഒരു അവിടെ പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല, അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്ത പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് പോയി എന്ന് മാത്രം. അത്രേ ഉള്ളൂ. അല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സോണിയാഗാന്ധിയോടൊപ്പം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അല്ല പ്ലാൻ ചെയ്തൊന്നുമല്ല. ഇയാള് അവിടെ വന്നിട്ടാണ് എന്നെ ഫോൺ ചെയ്തു എന്നോട് പറഞ്ഞു, ഇങ്ങനെ നാളെ അപ്പോയിന്റ്മെന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ MP എന്നുള്ള നിലയിൽ അങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലതാണ്. ചോദ്യം, ഇപ്പോ സോണിയാഗാന്ധിയെ പോലെ രാജ്യത്ത് തന്നെ ഏറ്റവും സുരക്ഷയുള്ള ഒരാളുടെ അടുത്ത് ഈ സ്ഥലം MP പോലും അറിയാതെ അവര് പെർമിഷൻ എടുക്കുന്നു, പിന്നീടാണ് താങ്കളെ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ അടിസ്ഥാനത്തിൽ അവിടെ ആരൊക്കെ വരുന്നു, എത്രയോ ആളുകൾ അവിടെ അപ്പോയിന്റ്മെന്റ് വാങ്ങി ഓരോ ദിവസവും സോണിയാഗാന്ധിയെ കാണുന്നുണ്ട്. സോണിയാഗാന്ധിയെ കാണുകയും സോണിയാഗാന്ധിയുടെ മുമ്പിൽ പോയി അവർ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന അല്ല, ഇത് ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അതിന് മുമ്പ് കയറി വെടിവെക്കാതിരി, അതിനു മുമ്പ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സോണിയാഗാന്ധിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയി. പക്ഷെ അന്ന് എനിക്കറിയില്ല ഇയാൾ ഈ കാട്ടുകൊള്ളക്കാരനാണെന്നോ കൊള്ള സംഘത്തിന്റെ തലവനാണെന്നോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല അവിടെ പോയത്. ഇന്നിപ്പോൾ വിളിച്ചാൽ ഞാൻ ഒരിക്കലും പോയില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിനെ എല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഡൽഹിയിൽ, ഒരു പാർലമെന്റ് അംഗമാണ്. അതേക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക, ആരാണെന്നോ. അത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഇന്ന് ഈ പാലം പണിയാൻ വേണ്ടി നടക്കുന്ന ആളുണ്ടല്ലോ, ഏതാ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാലം പണിയാൻ വേണ്ടി നടന്ന വ്യക്തി. അദ്ദേഹം എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ ഫോൺ ചെയ്തിരിക്കുന്നു. ആ ഫോൺ കോളുകൾ ഒന്ന് പരിശോധിച്ച്
അങ്ങനെയാണെങ്കിൽ അതുകൂടി അന്വേഷണം നടക്കണ്ടേ? അല്ലല്ല, പേര് പറയാനില്ല. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇവിടെ പാലം പണിയാൻ വേണ്ടി പോയത് ആരാ? അല്ല, അത് നിങ്ങൾ അന്വേഷിക്ക്. ഞാൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അന്വേഷിക്കുക. ഈ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ കോളുകൾ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് അന്വേഷണം നടത്തുക. ആ അന്വേഷണം നടത്തി ആരൊക്കെയാണ് കോൾ ചെയ്തിട്ടുള്ളത്. ജോൺ ബ്രിട്ടാസിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഫോൺ രേഖകൾ പരിശോധിക്കേണ്ട ഒരുപാട് പേരുടെ ഫോട്ടോ ഇല്ലേ? മുഖ്യമന്ത്രി ഇല്ലേ? മുഖ്യമന്ത്രി നേരെ ഇറങ്ങി വന്ന് ഓഫീസിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന വാഹനത്തിന്റെ കീ ഏറ്റുവാങ്ങാൻ വേണ്ടി പോയില്ലേ? താങ്കൾ UDF കൺവീനർ എന്ന നിലയ്ക്ക് കൂടി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ? ജോൺ ബ്രിട്ടാസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണം. അല്ല, അത് അന്വേഷിക്കണം. അതും അന്വേഷിക്കുന്നതാണ്. ഇപ്പോൾ അടൂർ പ്രകാശിനെ കുറിച്ച് SIT അന്വേഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഞാനിതിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതൊക്കെ അന്വേഷിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണം. ആ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തുമ്പോൾ പല കാര്യങ്ങളും പുറത്തു വരും എന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഈ പോറ്റിയും ജോൺ ബ്രിട്ടാസ് MP യുടെ ഡൽഹിയിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ആരോപണം. ഇനിയിപ്പോൾ അതിന് വേറെ ഒന്നും പറയാനില്ല. ഇപ്പോഴും തൽക്കാലം ഇല്ല.